സുഹൃത്തെ, ഒരു നിമിഷം. താങ്കൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? താങ്കൾ ഒരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ തീർച്ചയായും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ഒരു ഓപ്ഷൻ ബയ്യർ ആണെങ്കിൽ. മാർക്കറ്റിനെ കുറിച്ച് മതിയായ അറിവില്ലാത്തതും ഒരു കാരണമാണ്. പോയത് തിരിച്ചു പിടിക്കുകയും ലാഭം നേടുകയും വേണ്ടേ? പക്ഷേ ഞങ്ങൾ പറയുന്നത് കേൾക്കണം. അങ്ങനെയെങ്കിൽ താഴെ ലിങ്കുണ്ട്, കയറി വരിക. എന്നാൽ പിന്നെ അവിടെ വെച്ച് കാണാം. സുഹൃത്തുക്കളെ, ഞങ്ങളിന്ന് മൊത്തം 11 ട്രേഡുകളാണ് എടുത്തത്. അതിൽ 7 പ്രോഫിറ്റായിരുന്നു, 3 എസ് ഇറ്റടിച്ചു, 1 കോസ്റ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ 11 പ്രോഫിറ്റ്, 7 പ്രോഫിറ്റിൽ 1 പകുതി പ്രോഫിറ്റേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഏതായാലും അത്യാവശ്യം പ്രോഫിറ്റിലാണ്. ഇന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നടത്തിയ മാർക്കറ്റ് സൈഡ് വേയിലൂടെ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതായാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് 215 പോയിൻ്റ് മൈനസിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തിങ്കളാഴ്ച, അതായത് ഇന്നലെ ഏകദേശം 2% വീതം പോസിറ്റീവായ ശേഷം സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് 1% വീതം ഇടിഞ്ഞിരിക്കുകയാണ്. ഈ ആഴ്ച അവസാനം എത്തുന്ന ഇടക്കാല ബജറ്റും അടുത്ത ദിവസം പുറത്തു വരാനിരിക്കുന്ന US ഫെഡറൽ റിസർവ് പണനയ അവലോകന തീരുമാനത്തിന് മുന്നോടിയായിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് ജാഗ്രത പാലിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇന്നൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയതായിരിക്കും എന്നാണ് അനുമാനിക്കുന്നത്. നിഫ്റ്റിയിൽ ടാറ്റ മോട്ടോഴ്സ്, SBI, HUL, പവർ ഗ്രിഡ്, ടെക് മഹീന്ദ്ര, TCS എന്നിവ പോസിറ്റീവിലാണ്. ബജാജ് ഫിനാൻസ്, അൾട്രാടെക് സിമെൻറ്റ്, ടൈറ്റാൻ എന്നിവ നെഗറ്റീവിലുമാണ്. ഇനി നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നാളെ 21,500 ആയിരിക്കും ഫസ്റ്റ് സപ്പോർട്ട്. സെക്കൻഡ് 21,430, തേർഡ് 21,400 ആക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 21,565 ആയിരിക്കും ഫസ്റ്റ് റെസിസ്റ്റൻസ്. സെക്കൻഡ് 21,600, തേർഡ് 21,660 ആക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 45,260 ഫസ്റ്റ് സപ്പോർട്ടും 45,200 സെക്കൻഡ് സപ്പോർട്ടും 45,090 തേർഡ് സപ്പോർട്ടും ആവാൻ സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് 45,420, 45,500, 45,660 എന്നിങ്ങനെയും ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇന്നലെ കൊടുത്ത 2 സ്റ്റോക്കുകളിൽ ഒന്ന് ഇൻഫിയാണ്. ഇൻഫി 1664 നമ്മൾ ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1662 ഓപ്പൺ ചെയ്ത ഇൻഫി പിന്നീട് മേൽപോട്ട് പോവുകയാണ് ചെയ്തത്. നമുക്ക് അതുകൊണ്ട് തന്നെ സുഖമായ ഒരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. 1664 നമ്മൾ എൻട്രി എടുത്തു. 1669, 1672, 1675 എന്നിങ്ങനെയാണ് നമ്മൾ ടാർഗറ്റ് പറഞ്ഞിരുന്നത്. ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 1689 അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. രണ്ടാമത് പറഞ്ഞത് ടെക്കം ആണ്. ടെക്കം നമ്മൾ 1310 സെൽ സൈഡായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് ലെവൽ ആക്ടിവേറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്കതിലൊരു ട്രേഡ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നാളത്തേക്കുള്ള ട്രേഡുകൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇങ്ങനെ ഒരു ലൈനിലാണുള്ളത്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത് പിന്നീട് താഴത്തേക്ക് വരികയാണ് ചെയ്തത്. അത് ഇവിടെ ഒരു സപ്പോർട്ടുമുണ്ട്, ഈ ട്രെൻഡ് ലൈനിൽ ഒരു സപ്പോർട്ടുമുണ്ട്. നാളെ ഇവിടുന്ന് ഒരു റിവേഴ്സൽ വരികയാണെങ്കിൽ ഈ ഒരു 898 ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 898 നമുക്കൊരു എൻട്രി പോസിബിളാണ്. ടാർഗറ്റ് നമുക്ക് 903, 906, 908 എന്നിങ്ങനെ വയ്ക്കാം. 893 SL കീപ്പ് ചെയ്യണം. അടുത്ത സ്റ്റോക്ക് GICRE ആണ്, ജനറൽ ഇൻഷുറൻസ്. ഈ ഒരു ട്രെൻഡ് ലൈനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ലൈൻ നാളെ ബ്രേക്ക് ചെയ്ത് മേലേക്ക് പോവുകയാണെങ്കിൽ, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്ത് മേൽപോട്ട് പോവുകയാണെങ്കിൽ 388.50 നമുക്കൊരു ബൈ എൻട്രി കൊടുക്കാം. 385 സ്റ്റോപ്പ് ലോസ് വെക്കണം. 391, 394 എന്നിങ്ങനെ ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. സുഹൃത്തുക്കളെ, എന്നും പറയുന്നത് പോലെ ഇത് ഒരു റെക്കമെൻഡേഷനല്ല, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നോളേജോടുകൂടി മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് ഇറങ്ങാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ ഈ പറഞ്ഞ ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ സെൽഫ് അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീണ്ടും നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.